പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പ്രതിസന്ധികളെ ചാടിക്കടക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ. ജീവിതത്തിൽ എല്ലാ മേഖലയിലും എല്ലാവർക്കും ഏതൊക്കെ മേഖലയിലാണോ ഏത് സമയത്താണോ ഒരു ദൈവഭക്തൻ്റെ മുന്നിൽ പ്രതിസന്ധികൾ വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഏത് പ്രതിസന്ധിയും ഒരു ദൈവഭക്തൻ്റെ മുന്നിൽ വരുമ്പോൾ അത് ചാടിക്കടക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. സങ്കീർത്തനം 18-ാം സങ്കീർത്തനം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, അതായത് ദാവീദ് ഈ പാട്ട് എഴുതാനുള്ള സന്ദർഭം തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിരന്തരമായിട്ടും ദാവീദിൻ്റെ പിന്നാലെ അനുഗമിച്ചു കൊണ്ടിരുന്ന ശത്രുവാണ് ശൗൽ എന്ന വ്യക്തി. പക്ഷേ ഈ മേഖലകളിലൊന്നും ദാവീദ് പതറിപ്പോകുന്നില്ല, ഭാരപ്പെട്ടു പോകുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ പിന്നാലെ അനുഗമിക്കുന്ന ശത്രു സൈന്യം പടക്കൂട്ടത്തെ പോലെയും മതിൽകെട്ട് പോലെയും ഒക്കെ തൻ്റെ മുന്നിൽ വന്നു ഭവിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ദാവീദ് ഓരോ മേഖലകളിലും ജയിച്ച് കയറുകയാണ്. ആ പ്രതിസന്ധിയിലൊക്കെ ദാവീദിന് ജയിച്ച് കയറാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. തൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തൻ്റെ ശിരസിലേക്ക് വന്നു ഭവിച്ച ഒരു അഭിഷേകമാണ്, തന്നിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവകൃപയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഒത്തിരി കടന്നു വന്നപ്പോൾ അതിലൊന്നും പതറിപ്പോകാതെ വണ്ണം ദാവീദിനെ ജയിക്കാൻ കഴിഞ്ഞത് ഒരു സൈന്യ ബലത്താലല്ല, ദൈവത്തിൻ്റെ കൃപയാലത്രേ ദാവീദ് ആ പ്രതിസന്ധികളൊക്കെ ജയിച്ചത്. ഈ 18-ാം സങ്കീർത്തനം ദാവീദ് എഴുതാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് നിരന്തരമായിട്ടും ഒരു ശൗൽ ശത്രുവായിട്ട് തൻ്റെ പിന്നാലെ അവൻ ഓടിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ ശത്രു സൈന്യത്തിൽ നിന്നും ഏതൊക്കെ മേഖലകളിൽ പടക്കൂട്ടമായിട്ടോ മതിലുകൾ പോലെ ആകട്ടെ, ഏതൊക്കെ പ്രതിസന്ധികളിൽ ശത്രു തൻ്റെ പിന്നാലെ വന്നപ്പോഴും അതിനെയെല്ലാം ജയിച്ചു കയറുവാൻ ദൈവത്തിൻ്റെ കൃപ ദാവീദിന് പരിശുദ്ധാത്മാവ് കൊടുത്തു. ആ പ്രതിസന്ധികളെല്ലാം ചാടിക്കടന്ന് ശത്രുവിൻ്റെ മേൽ ജയമെടുത്ത് ജയിച്ചു വന്നതായ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപഹാരങ്ങളെ ഓർത്ത്, അതായത് ശത്രുവിൻ്റെ പോരാട്ടങ്ങളിൽ നിന്നും ജയിച്ച് മുന്നേറുന്ന ദാവീദ് അതിനെ ഓർത്ത് നടത്തിയ ദൈവത്തിന്, വിടുവിച്ച ദൈവകൃപയ്ക്കായി വിടുവിച്ച ദൈവത്തിന് സ്തുതിച്ചും സ്തോത്രം ചെയ്തും നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പാട്ടാണ് ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത്. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഏതൊരു മേഖലകളിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ചാടി കടക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. അപ്പോൾ ജയിച്ച് കയറുമ്പോൾ ജീവിതത്തിൽ ജയം തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ജയം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ദൈവഭക്തന്റെ ഏതൊരു വിഷയത്തിന്റെ മേഖലകളിലും എന്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ജയം ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളതാണ്. ആമേൻ. അതിൽ ഒരു 2 വാക്യം ഞാൻ വായിക്കാം. 97-ാം സങ്കീർത്തനം 11-ാം വാക്യം: നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷം ഉദിക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവഭക്തനും പ്രതിസന്ധികളെ ചാടിക്കിടക്കുവാൻ
കൃപ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ നേരുള്ളവരുടെ ജീവിതത്തിലുള്ള ഇരുട്ടുകളൊക്കെ മാറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷമാകുന്നു, പ്രകാശമാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആമേൻ ഏതു മേഖലയിലാണ് ശത്രു സൈന്യം പ്രതിസന്ധി പോലെ ഒരു ദൈവഭക്തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്? ഈ വാക്യത്തിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് പ്രതികൂലം ശത്രു നമ്മുടെ മുന്നിൽ വരുന്നത്. ഒന്നാമതായി വരുന്നത് പടക്കൂട്ടം പോലെ വരുമെന്നാണ്. ഈ പടക്കൂട്ടത്തെ കണ്ട് ഒരു ഭക്തൻ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്, ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഈ പടക്കൂട്ടത്തെ കണ്ടിട്ട് ഒരു ദൈവഭക്തന് മുന്നോട്ട് വെക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. ഈ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുവാനും ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ ആ പടക്കൂട്ടത്തിൻ്റെ നേരെ എനിക്കും നിങ്ങൾക്കും പാഞ്ഞു ചെന്ന് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കൃപ തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ പാഞ്ഞു ചെന്ന് അതിനോട് പോരാടണമെങ്കിൽ, പാഞ്ഞു ചെന്ന് അതിനോട് പോരാടി ജയിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഉയരത്തുനിന്നുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദൈവകൃപയാണ്. ഹല്ലേലൂയ. അതാണ് വചനം പഠിപ്പിക്കുന്ന. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ചാടിക്കിടക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ശത്രു സൈന്യം ഒരു ദൈവഭക്തന്റെ മുന്നിൽ വന്ന് പ്രതിസന്ധികളായിട്ട് നിൽക്കുന്നത്. ഒന്ന്, പടക്കൂട്ടം പോലത്തെ സൈന്യം, അങ്ങനെയുള്ള ശത്രു സൈന്യം നമ്മുടെ മുന്നിൽ വാദിക്കും. രണ്ടാമത് മതിൽ പോലത്തെ പ്രതിസന്ധികൾ. കാരണം ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയില്ല. സകല വാതിലും അടഞ്ഞ് മുൻപിലുള്ള എല്ലാം അടഞ്ഞ് ഒരു ശൂന്യമായ അനുഭവമാണ് കാണുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രതികൂലം ഒരു ഭക്തന്റെ മേഖലയിൽ വന്നാലും അതിനെ ചാടിക്കടക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഇവിടെ ദാവീദ് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ദാവീദിന് ഉറപ്പോടെ പറയുവാനുള്ള കാരണം അതേ പ്രതിസന്ധിയിൽ ദാവീദ് തരണം ചെയ്തു. ആമേൻ. ആടുകളെ മേച്ചു വനാന്തരങ്ങളായിരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു അഭിഷേകത്തിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിലും പടയായിട്ട് വരുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. അങ്ങനെയാണെങ്കിൽ നാം പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, പ്രതിസന്ധികളെ ജയിക്കുവാൻ, ശത്രുവിനെ ചാടിക്കടക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ മുന്നിലുള്ള പടയെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ നമുക്ക് പോരാടാൻ കഴിയത്തുള്ളൂ. ദാവീദ് ഇത് വ്യക്തമായി പറയാൻ കാരണം ദാവീദിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പടക്കൂട്ടം തൻ്റെ മുന്നിൽ വെളിപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഗോലിയാത്ത് എന്ന മനുഷ്യൻ ഇസ്രായേൽ ജനത്തോട് വെല്ലുവിളിക്കുമ്പോൾ ഒരു കൂട്ടം പരിശീലനം കഴിഞ്ഞ പടക്കൂട്ടത്തിന് ഈ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനോട് ചെന്ന് ധൈര്യത്തോടെ പോരാടാനുള്ള മനക്കരുത്തില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ആ ധൈര്യം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും യുദ്ധാഭ്യാസം ചെയ്ത് യുദ്ധമുണ്ടാകുമ്പോൾ ശത്രുവിനോട് പോരാടാനുള്ള ആയുധ അഭ്യാസങ്ങളൊക്കെ കൊട്ടാരത്തിൽ കൊടുത്ത ഒരു പടയാളികൾ അല്ലെങ്കിൽ ആ പടക്കൂട്ടത്തിന് എന്തുകൊണ്ടാ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനോട് പടയെടുക്കുവാൻ കഴിയാതെ അവർ പകച്ചു നിൽക്കുന്നതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രതിസന്ധിയിലും എതിർക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അവരവിടെ പകച്ചു നിൽക്കുവാനുള്ള കാരണം അവർക്കറിയാം, ഈ സൈന്യത്തിൻ്റെ ബലത്താൽ ഈ വെല്ലുവിളിക്കുന്ന ശത്രുവിനോട് ഞങ്ങൾക്ക് പോരാടി ജയിക്കാൻ കഴിയത്തില്ല. അവരവിടെ പകച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്താണ് ദാവീദ് അവിടെ എത്തുന്നത്. ഇത് കണ്ട് ദാവീദ് പറയുകയാണ്, ഈ ശത്രുവിനോട് പോരാടുവാൻ ഞാൻ കടന്നു പോകാം. ഹല്ലേലൂയ. എനിക്ക് കഴിയും. ആ ഉറപ്പ് പറയാനുള്ള കാരണം തന്നെ വഴി നടത്തിയ, താൻ കടന്നു വന്ന മേഖല,
കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി, ഒരു സിംഹം തൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുക്കുമ്പോൾ ആ കരടിയുടെയും സിംഹത്തിൻ്റെ വായ വലിച്ചു കീറുവാനുള്ള ദൈവകൃപ ആ ബാലനായ ദാവീദിന് തൻ്റെ ബലം കൊണ്ടുവന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം തൻ്റെ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആ സിംഹത്തെയും കരടിയെയും കീറുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിനെതിരായിട്ട് വാദിച്ചു വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്തിനെതിരായി പോരാടി ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൽ ജയം നൽകുമെന്ന് ദാവീദിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പടക്കൂട്ടത്തിലേക്ക്, അതായത് വെല്ലുവിളിക്കുന്നതായ ഗോലിയാത്തിനോട് പടവെട്ടുവാൻ, പോരാടുവാൻ, ആമേൻ, ഞാൻ കടന്നു പോകാമെന്ന് ദൈവനാമത്തിൽ ദാവീദ് പറയുവാനുള്ള കാരണം. എന്നാൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് തൻ്റെ കഴിവോ സൈന്യ ബലത്താലോ അല്ല, മറിച്ച് ദാവീദിൽ വെളിപ്പെട്ടതായ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലത്രേ എനിക്ക് നിന്നോട് അടുക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനറിയാം, എൻ്റെ ബലത്താൽ ഇതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു വചനം ഇങ്ങനെ പറയുന്നത്: യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. അപ്പോൾ താൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുറപ്പെട്ടു പോയാലും ഈ ശത്രുവിനോട് പോരാടാനുള്ള കൃപ, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവാണ് സഹായിക്കുന്നത്. കാരണം ദാവീദ് അവിടെ പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. താൻ അതുകൊണ്ട് ഈ ശത്രുവിനോട് അടുക്കുമ്പോൾ ദാവീദ് ഒരു വാക്ക് പറയുന്നുണ്ട്: ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ? അപ്പോൾ താൻ ഇത് പറഞ്ഞിട്ട് ഈ ശത്രുവിന് നേരെ ഓടുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നിന്റെ നേരെ വരികയാണ്. സ്തോത്രം. അപ്പോൾ ഈ കല്ല് സഞ്ചിയിൽ എടുത്തിട്ടിട്ട് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ലവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ഈ ശത്രുവിനോട് ദാവീദ് പോരാടുവാൻ അടുക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കാണ്: ദൈവത്തിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പോരാടുകയാണ്. കാരണം ആമേൻ, ഹാലെ, ജയം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഉയരത്തിലെ ദൈവമാണ്. അപ്പോൾ പടക്കൂട്ടം പോലെ കടന്നു വരുന്ന ശത്രു സൈന്യത്തോടും ഒരു ദൈവഭക്തന് പോരാടി ജയിക്കുവാൻ നമ്മുടെ മാനുഷ്യ കരമല്ല, മാനുഷ്യ ശക്തിയല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. ആമേൻ. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ സഹായിക്കുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ പദവി കൊണ്ടോ മുന്നിൽ വരുന്ന ഒരു ശത്രുവിനോട് പോരാടി, ഒരു പൈശാചിക മണ്ഡലത്തോട് പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ആ മേഖലയിൽ നമുക്ക് ജയം തരുവാൻ കഴിയുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പടക്കൂട്ടം പോലെ ഓരോരുത്തർക്ക് വ്യത്യസ്തപരമായിട്ടാണ് ഈ ശത്രു നമ്മുടെ മുന്നിൽ വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ അവിടെയെല്ലാം നമുക്ക് ജയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ആ വ്യക്തിക്ക് ശക്തി ലഭിക്കുന്നത്. ആരിൽ നിന്ന് ശക്തി ലഭിക്കുന്നു? ദൈവത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശക്തിയും കൃപയും ബലവും ധൈര്യവും ലഭിക്കുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ ഒരു ദൈവഭക്തന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായ ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയും ബന്ധമാണ് നമുക്ക് ആവശ്യം. ആമേൻ. എങ്കിൽ മാത്രമേ മുന്നിൽ വരുന്ന ഏത് പ്രതികൂലങ്ങളെയും നമുക്ക് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.
ഇവിടെ ദാവീദ് യേശുവിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ശക്തിയാൽ താൻ പുറപ്പെട്ട് തന്നിൽ നിന്നും എഴുതിവിട്ട ഒരു കല്ല് ശത്രുവിൻ്റെ നെറ്റിയിൽ പതിഞ്ഞു. ശത്രു നിലംപരിചയായി. ആമേൻ. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ശത്രു ഇടേറി വീഴുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. നമ്മൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി എനിക്കും നിങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. അപ്പോൾ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ ഒരു ദൈവഭക്തന് കഴിയും. ആമേ, അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ. പക്ഷേ ആ ദൈവകൃപയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സ്വർഗദൂതന്മാർ ഇറങ്ങി നമ്മുടെ പ്രതിസന്ധികളുമേൽ, നമ്മുടെ ശത്രുവുമേൽ പോരാടി നമുക്ക് ജയം നൽകും. ആമേ. പല രീതിയിലെ പ്രതികൂലമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജയിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുക മാത്രമല്ല, മതിൽ ചാടി കിടക്കുമെന്നാണ്. അപ്പോൾ പല രീതിയിലുള്ള മതിലുകൾ നമ്മുടെ മുന്നിൽ വരാം. അതായത് തടസ്സമെന്ന മതിൽ. തിരുവചനത്തിൽ വാഗ്ദത്ത പ്രകാരം യെരിഹോ കോട്ട പിടിച്ചടക്കുവാൻ കടന്നുപോയ യോശുവയും കൂട്ടരുടെ മുന്നിൽ ആ വാഗ്ദത്തത്തിൻ്റെ പട്ടണത്തിന് ചുറ്റും ഒരു വൻ മതിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൈന്യബഹുത്വത്താൽ ഇതിനെ പിടിച്ചെടുക്കാമെന്നല്ല അവരോട് പറഞ്ഞത്. നിങ്ങൾ 7 പ്രാവശ്യം കാഹളമൂതി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സമായ വാഗ്ദത്തങ്ങൾക്ക് എതിരായി നിൽക്കുന്ന മതിൽക്കെട്ടുകൾ നിലംപരിചയാകും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ പടക്കൂട്ടം പോലെ ശത്രു വരും, മതിൽകെട്ടുപോലെ ആമേ നമ്മുടെ മുന്നിൽ തടസ്സമായി എഴുന്നേറ്റ് വരും. ഇതിനെയെല്ലാം ജയിപ്പാൻ ഒരു ദൈവ പൈതൽ ചെയ്യാനുള്ള ഒറ്റ കാര്യം ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ശത്രുവിനോട് പോരാടി ജയിപ്പാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. നമുക്ക് തോൽവിയല്ല, ജയം ദൈവത്തിൻ്റെ പക്കലുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ബലഹീനകളിൽ തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ വ്യത്യസ്തപരമായി കൂട്ടമായിട്ടോ ഒറ്റയ്ക്കായിട്ടോ വഴി അടഞ്ഞു പോലെ മതിലുകൾ പോലെയാകട്ടെ, ഏതു മേഖലകളിൽ നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കാരണം ജയം എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് യഹോവയ്ക്കുള്ളതാണ്. ആമേൻ. അപ്പോൾ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വ്യത്യസ്തപരമായിട്ടാണ് പോരാട്ടങ്ങൾ. വ്യത്യസ്തപരമാണ് ശത്രു സൈന്യം നമ്മുടെ മുന്നിലോട്ട് അടുക്കുന്നത്. ചിലർക്ക് സാമ്പത്തികത്തിൻ്റെ മേഖലയിലുള്ള പോരാട്ടമായിരിക്കാം, ചിലർക്ക് രോഗത്തിൻ്റെ പോരാട്ടമായിരിക്കാം, ചിലർക്ക് ജോലി സംബന്ധിച്ച പോരാട്ടങ്ങളായിരിക്കാം, ജോലി സ്ഥലത്തുള്ള പോരാട്ടമായിരിക്കാം, രാജ്യങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വ്യത്യസ്ത രീതിയിൽ പോരാട്ടങ്ങളായിരിക്കാം, കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നുള്ള പോരാട്ടങ്ങളായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തപരമായിട്ടാണ് ശത്രു നമുക്കെതിരെ എഴുന്നേറ്റ് വരുന്നത്. ഇവിടെയൊന്നും ഒരു ദൈവഭക്തൻ ഈ പ്രതിസന്ധിയിൽ തകർന്നു പോകരുത്. നമുക്ക് ജയിപ്പാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. ഇതിനെ ചാടിക്കടക്കുവാൻ നമുക്ക് എങ്ങനെ ചാടിക്കടക്കുവാൻ കഴിയും? അതാണ് ആ വാക്യം പറയുന്നത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആമേ. ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയ വ്യക്തിയാണ്. തൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അതിന്നെല്ലാം ജയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജയിച്ചു കയറുവാൻ, ഈ പ്രതിസന്ധികളെ ചാടിക്കിടക്കുവാൻ ഒരു ദൈവഭക്തനെ ദൈവം സഹായിച്ചത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ എന്ത് പ്രതികൂലമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് നീ ചേർന്ന് നിൽക്ക്. ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറാക്, ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറാക്, പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാക്. പ്രതികൂലങ്ങളെ കണ്ട് ഭാരപ്പെടുവാനല്ല, ആത്മാവിൽ പടവെട്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവിനോട് നീ ചേർന്നിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ദൂതന്മാരെ അയച്ച് യുദ്ധം ചെയ്ത ശത്രുവിൽ നിന്നും നിനക്ക് ജയം നൽകി നിന്നെ പുറത്തെടുക്കുവാൻ സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കും. ഒരിക്കൽ ഒരു സഹോദരി, വളരെ ഒരു വിധവയായ സഹോദരിയാണ്, വളരെ ഭാരത്തോടുകൂടെ അവർക്കൊരു ചെറിയ ജോലി ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വർഷങ്ങൾ കൊണ്ട് അവർ ആ ജോലി ചെയ്യുകയാണ്. പക്ഷേ പെട്ടെന്ന് അവരെ മാറ്റിവിടണമെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടായി. വളരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയാണ്. ഈശാനമൂല കൊടുങ്കാറ്റ് പോലെ ദീർഘവർഷം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു തീരുമാനം വന്ന് എല്ലാവരെയും പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെ എടുക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുതിയ ആൾക്കാരെ എടുക്കുന്നതിൽ ഒരിക്കലും തെറ്റല്ല. പക്ഷേ വർഷങ്ങൾ കൊണ്ട് അതുകൊണ്ട് മാത്രം ഉപജീവനം ചെയ്ത് പോകുന്ന ജനത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അതവർക്ക് താങ്ങുവാൻ കഴിയത്തില്ല. അങ്ങനെ ആ സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു സഹോദരിയാണ്. വളരെ ഭാരത്തോടെ വിഷമത്തോടെ എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഈ യുവജനമാർഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗമില്ല. അവർ വളരെ വേദനയോടും പ്രയാസത്തോടും കൂടെ മുന്നോട്ട് പോവുകയാണ്. അതികഠിനമായ പ്രതികൂലം ആഞ്ഞടിക്കുകയാണ്. അതിലൊരു തീരുമാനത്തിലേക്ക് വരുന്നതുമില്ല. തീരുമാനം വന്നാൽ ഇവരെ പൂർണ്ണമായി മാറ്റുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് വിഷയം മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം അവർ വിളിച്ചെന്നെ വളരെ ഭാരത്തോടെ കാലിലെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വാക്കുകൾ ഇങ്ങനെയാണ്: വാഗ്ദത്ത പ്രകാരം ഇറങ്ങിത്തരിച്ചതായ പൗലോസ് കപ്പലിൽ അകപ്പെട്ടു. എന്നാൽ ഈ കപ്പലിൽ പൗലോസ് മാത്രമല്ല, മറ്റുള്ള തടവുപുള്ളികളും ഒത്തിരി പേരുണ്ട്. പക്ഷേ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് റോം എന്ന സ്ഥലത്ത് ചെന്ന് കാലിച്ചവിട്ടി അവിടെ ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആ യാത്രയുടെ നടുവിലാണ് ഈ പ്രതിസന്ധിയുടെ ഈശാന മൂലം കൊടുങ്കാറ്റ് പൗലോസിന്റെ കൂട്ടരെ നേരെ കപ്പലിന് നേരെ ആഞ്ഞു വീശുന്നത്. ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പാടും വചനവും ഇതാണ്. ഞാനിത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് അത് നൽകിയ ഒരു പ്രത്യേകമായ നിർദ്ദേശവും ഒരു ദൈവശബ്ദം എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, വാഗ്ദത്തമുള്ള പൗലോസ് കപ്പലിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ഈ ഈശാന മൂലം കൊടുങ്കാറ്റിന് സാധ്യമല്ല. അതുകൊണ്ട് പൗലോസിനെ ഓർത്ത് അതിലുള്ള ഒരു മനുഷ്യർക്കും കേടുവരാതെ ഒരു ദ്വീപിലേക്ക്, ഒരു ശുഭ തുറമുഖത്തേക്ക് കൊണ്ടെത്തിച്ചതുപോലെ ഈ വിധവയായ പാവപ്പെട്ട സഹോദരിയെ ഓർത്ത് സ്വർഗത്തിലെ ദൈവമേ, ഈ ജോലി സംബന്ധിച്ച ഈശാന മൂലം കൊടുങ്കാറ്റിത ആഞ്ഞടിക്കുകയാണ്. ശാന്തത വരുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ പരിഹാരം ഒരു സന്തോഷത്തിന്റെ പരിഹാരമല്ല. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ദൈവത്തെ അറിഞ്ഞതായ ഈ ഒറ്റ സഹോദരിയെ ഓർത്ത് ഈ പ്രതികൂലത്തിൽ നിന്നും, ഈ പടയുടെ പോരാട്ടത്തിൽ നിന്നും, ഈ വെല്ലുവിളിയിൽ നിന്നും ഈ മകൾക്ക് ഒരു നീതി അയച്ച് ഈ മകളെയും ആ പ്രിയപ്പെട്ടവരെയും വിടുവിക്കണമേ എന്ന് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവരുടെ ഈശാന മൂലം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് ഒരു പരിഹാരമില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന വിഷയത്തിൽ അന്ന് പിറ്റേ ദിവസം, ഒറ്റ ദിവസം കൊണ്ട്, ദീർഘ ദിവസം കൊണ്ട് പോരാടിക്കൊണ്ടിരുന്ന വിഷയം ഒറ്റ ദിവസം കൊണ്ട് തീരുമാനത്തിലെത്തി. അവർ തീരുമാനിച്ച് ഉറപ്പിച്ച് ഗവൺമെന്റ് അവരോട് നിർദ്ദേശിച്ചു: നിങ്ങളായിരിക്കുന്ന ജോലി തുടർന്നു കൊള്ളുക. ആമേൻ. അപ്പോൾ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞുചെല്ലും. എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും. പ്രതിസന്ധികളെ പേടിച്ച്, പ്രതികൂലങ്ങളെ പേടിച്ച് പുറകോട്ട് ഓടാനല്ല, ഇതിൽമേ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂല കാറ്റുകളായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, നിന്റെ വിഷയം സ്വർഗത്തിൽ അപ്പൻ്റെ
കയ്യിൽ കൊടുക്ക്. സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി പോരാടി നിനക്ക് യുദ്ധം ചെയ്ത് പരിഹാരങ്ങൾ ചെയ്തരും. അതായത് ആ പ്രതിസന്ധിയിൽ നിനക്ക് തോൽവിയല്ല, നിനക്ക് ജയം തന്നെ ലഭിക്കും. നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ജയിക്കുവാൻ കഴിയത്തില്ല, തളർന്നു പോകും, നിങ്ങൾ ഭാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകരത്തിൽ കൊടുക്ക്. പരിഹാരം തരുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി മാനിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ. പ്രതിസന്ധികളെ ചാടിക്കിടക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ചാടിക്കിടക്കുവാൻ കഴിയും. നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മുടെ പ്രതിസന്ധികളുമേ ജയിച്ചു കയറുവാനുള്ള ദൈവകൃപ നൽകും. സമർപ്പിക്ക്. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ദൈവശബ്ദം കേൾക്കുന്ന ജനത്തിനായി സ്തുതിക്കുന്നു. ഇവരേതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഇനി ഒരു ജയം കാണാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ ചാടിക്കടക്കാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധ കൃപ ഇവരെ വെളിപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. കൃപയാൽ പൊതിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.